ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ചേച്ചി പ്രശ്നം? ഒന്നുമില്ല. എല്ലാത്തിനെയും ഞാൻ കത്തിക്കും. അപ്പോഴേ എന്റെ പ്രശ്നം തീരും. അകത്തോണ്ടേ കിടത്താൻ നോക്ക്. അമ്മേ വാ, എണീക്ക്. ചേച്ചി ചേച്ചി എണീക്ക്, എണീക്ക്. വാ, എഴുന്നേക്ക്. പതുക്കെ വാ, ചേരട്ട. പതുക്കെ വാ അമ്മേ. മോളെ, എന്താ ചേച്ചി? സോറി മോളെ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാൻ അറിയാതെ മോളോട് എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കും മോളെ. അതാണോ? സാരല്ല പ്രിയച്ചി. പ്രിയച്ചി എന്നോട് ദേഷ്യപ്പെട്ടപ്പോ എനിക്ക് ആ സമയത്ത് വല്ലാത്ത സങ്കടം തോന്നി. പിന്നെ അത് മാറി. ജയേട്ടൻ കള്ളൊക്കെ കുടിച്ചു വന്നപ്പോ ഞാൻ ആകെ കിളി പോയൊരവസ്ഥയിലായിരുന്നു. അതാ അങ്ങനെ പറ്റിയത്. മോളതൊന്നും മനസ്സിൽ വെക്കരുത്. ഇല്ല പ്രിയച്ചി, ഞാനത് അപ്പോഴേ മറന്നു. ചേച്ചി അന്നങ്ങ് വിട്ടേക്ക്. ജയേട്ടൻ ഒരു കൺട്രോളില്ലാത്ത പോക്കായി പോകുന്നേ. സത്യം പറഞ്ഞ ആളൊരു പാവോ. മനസ്സിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ ജയേട്ടൻ പറയുന്നത്. രണ്ടെണ്ണം അടിക്കുമ്പോ അതങ്ങ് ശരിയാവൂന്നു. അതൊക്കെ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ന്യായീകരണങ്ങളാണല്ലോ. അതെനിക്കറിയാം. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലെന്നേ. ജയേട്ടൻ എന്ത് ഇടപാടുകൾ തുടങ്ങിയാലും അത് 8 നിലയിൽ പൊട്ടും. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ ഇന്ത്യയിലും വിദേശങ്ങളിലുള്ള എത്ര കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമയാണെന്ന് പ്രിയച്ചിക്ക് അറിയില്ല. അതിവരെ അറിയിച്ച് ഒരു വലിയ ആളാകാൻ എനിക്ക് താല്പര്യവും ഇല്ല. ഞാൻ ചേട്ടനെ സഹായിക്കാന്ന് പറഞ്ഞത് വളരെ സിൻസിയർ ആയിട്ടാ. വലിയ കൊട്ടാരമൊക്കെ ഉണ്ടെന്നല്ലാതെ നീ ഒരു പാവമല്ലേ മോളെ. നീ എന്ത് ചെയ്യാനാ? എന്തോ നാടി ഇവിടെ? നിനക്ക് ഇവിടെ ഈ മുറിയിൽ എന്താ കാര്യം? ഒന്നുമില്ലമ്മേ, ഞാൻ ഈ അയൺ ബോക്സ് എടുക്കാൻ വന്നതാ. ആ മാഡം, BP നോർമൽ അല്ല, വളരെ കൂടുതലാ. രാജു സർ, നേരത്തെ കണ്ട ഫയലുകൾ എനിക്കൊന്ന് സ്റ്റഡി ചെയ്യണം. ശരി സർ. എന്താ ശേര? ചേച്ചിക്ക് പെട്ടെന്നൊരു ക്ഷീണം. ഞാൻ ഡോക്ടറെ വിളിച്ചു വരുത്തി. നമസ്കാരം സർ. നമസ്കാരം. ചേച്ചിക്ക് എന്താ? പേടിക്കാനൊന്നുമില്ല സർ. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാ BP അല്പം കൂടുതലാ. ടെൻഷൻ കൊണ്ടുണ്ടായതാവും. തൽക്കാലത്തേക്കുള്ള മെഡിസിൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് BP ഒന്ന് ചെക്ക് ചെയ്യണം. കുറേയും കൂടുകയും ചെയ്താൽ റെഗുലറായി മെഡിസിൻ കഴിക്കേണ്ടി വരും. വേണ്ടി വന്നാൽ റെഗുലറായി കഴിക്കാനുള്ള മെഡിസിൻസും കൊടുത്തിട്ടുണ്ട്. എന്നാ ഇറങ്ങട്ടെ സാർ. ആയിക്കോട്ടെ. വരൂ രാജു, വാ. ചേച്ചി, എന്താ യാമിനി? ചേച്ചിക്ക് ഇത്ര ടെൻഷൻ? കേൾക്കാൻ പാടില്ലാത്തെന്തോ കേട്ടിട്ടുണ്ട്. അതാവും കാരണം. സർ, എന്നാ ഞാൻ ഇറങ്ങിക്കൂടെ? ശരി രാജു. എന്താ ചേച്ചി പ്രശ്നം? ഒന്നുമില്ല.
എല്ലാത്തിനെയും ഞാൻ കത്തിക്കും. അപ്പോഴേ എന്റെ പ്രശ്നം തീരും. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് രാജു. ഞാനിപ്പോ ഒരു മില്യനെയറാ, കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമ. ഞാൻ എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റാ രാജുന് തരേണ്ടേ? രാധേ, എന്താ? ഞാനും നീയും തമ്മിലുള്ള വഴക്കും പിണക്കമൊക്കെ അവിടെ കിടക്കട്ടെ. അതൊക്കെ മറക്കാൻ പറ്റുമെങ്കിൽ മറക്ക്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ മറക്കാൻ പറ്റില്ലെന്ന്. വേണ്ട, നീ മനസ്സിലിട്ട് കൊണ്ടു നടക്ക്. ജീവിതാവസാനം വരെ കൊണ്ടു നടത്തണം. മരിച്ചു കഴിഞ്ഞും ആ വൈരാഗ്യം കൂടെ കൊണ്ടുപോവാം. വിളിച്ചു നിർത്തിയത് ഇത് പറയാനാണോ? അല്ല, നാളെ നമ്മുടെ മകൻ രാജുവിന്റെ പിറന്നാളാ. ഞാൻ ഓർമ്മിപ്പിക്കാതെ തന്നെ നിനക്കതറിയാം. എല്ലാ പ്രാവശ്യവും നീയാണ് എന്നെ ഓർമ്മിപ്പിക്കാറ്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നീ അത് മനഃപൂർവ്വം മറന്നെങ്കിലോ എന്ന് കരുതിയാ ഞാൻ ഓർപ്പിച്ചത്. അവന്റെ എല്ലാ പിറന്നാളിനും നമ്മൾ അവനെയും കൂട്ടി കൂരമ്പുകാവ് അമ്പലത്തിൽ പോവാറുണ്ട്. നാളെയും പോണം. ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ അവന് വേണ്ടി അരനാഴി വഴിപാട് നടന്നിട്ടുണ്ട്. അത് കഴിപ്പിച്ചേ പറ്റൂ. ഒറ്റ മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് വരില്ലെന്ന്. എന്താ രാധമ്മ ഇത്? നീ എന്തിനാടി ഇങ്ങനെ വാശി ഓടിക്കണേ? എത്ര നാൾ ഈ വാശി കൊണ്ട് നിനക്ക് നടക്കാൻ പറ്റും? ഈ കാരണത്താൽ നീ എന്തോരം ടെൻഷൻ അടിക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ പോട്ടടി. കഴിഞ്ഞൊന്നും അങ്ങനെ പോവില്ല. പിന്നെ നീ എന്നെ സ്നേഹിച്ചു എന്നും രക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥടിയുള്ളത്? ഞാനും നീയും രണ്ടാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേടി ഈ ദേഷ്യം? നമ്മൾ ഒന്നാണെന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചോ? ഇല്ലല്ലോ. രാധേ, ഞാനും നീയും നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതാ സത്യം.